നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഓരോ ചോദ്യം കഴിഞ്ഞിട്ട് അതിന്റെ പരമാവധി കണക്റ്റഡ് ഫാക്ട്സും ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഇതിനു മുന്നേ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ 2 ടോപ്പിക് ഇല്ലേ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖം, ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് PSC ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും മുഴുവനായിട്ട് തന്നെ 2-3 ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി, ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം കണക്റ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചു പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണേ. എൻ്റെ പേര് അശ്വതി. ആദ്യത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3, ഭാഗം 2, ഭാഗം 4, ഭാഗം 4A. ഈ ചോദ്യം ചോദിച്ചത് 2018 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കാണേ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഭാഗം 3. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഭാഗം 3-ലാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 25 ഭാഗങ്ങളാണ് ഉള്ളത്. അതിലെ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭാഗം 1-ൽ എന്തിനെ പറ്റിയാ പ്രതിപാദിക്കുന്നത്? യൂണിയനും ഭൂപ്രദേശവും. യൂണിയനും ഭൂപ്രദേശത്തെയും പറ്റിയാണ് ഭാഗം 1-ൽ പ്രതിപാദിക്കുന്നത്. അതിന്റെ ആർട്ടിക്കിൾസ് അനുച്ഛേദം 1 മുതൽ 4 വരെയാണ്. ഭാഗം 2-ല് പൗരത്വത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഭാഗം ചോദിച്ചാൽ ഭാഗം 2. ഭാഗം 3-ൽ മൗലിക അവകാശങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഭാഗം 4-ൽ നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A-ലാണ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ 4A. പിന്നെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആണ്. അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തുകൊണ്ടാണ് A എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ 4A മൗലിക കടമകൾ, ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആണ്. ഇനി ഭാഗം 5-ൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? യൂണിയനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ ഭാഗം 5-ൽ യൂണിയനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 6-ലോ സംസ്ഥാനങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 6-ല് സംസ്ഥാനങ്ങളെ പറ്റിയാണ്. ആർട്ടിക്കിൾ 152 മുതൽ 237 വരെയാണ്. 152 മുതൽ 237 വരെ. ഇനി ഭാഗം 7-ല്ലേ, ഭാഗം 7 7ാം ഭേദഗതി വഴി ഒഴിവാക്കിയ ഭാഗമാണ്. 1956-ലെ 7ാം ഭേദഗതി വഴി ഒഴിവാക്കിയ ഭാഗമാണ് ഭാഗം 7. അതെന്ന് വെച്ചാൽ പാർട്ട് B സംസ്ഥാനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഭാഗം 6 കഴിഞ്ഞ് ഇനി പോകുന്നത് ഭാഗം 8-ലേക്കാണ്. ഭാഗം 8-ലാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഭാഗം 5-ല് യൂണിയൻ, ഭാഗം 6-ല് സംസ്ഥാനങ്ങൾ, ഭാഗം 8-ല് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ആർട്ടിക്കിൾ 239 മുതൽ 242 വരെയാണ്. 239 മുതൽ 242. ഇനി ഭാഗം 9, 9A, 9B ഇമ്പോർട്ടന്റ് ആണ്. ഭാഗം 9-ൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? 9-ൽ പ്രതിപാദിക്കുന്നത് പഞ്ചായത്തുകളെ പറ്റിയാണ്. 9A-ൽ പ്രതിപാദിക്കുന്നത് മുനിസിപ്പാലിറ്റികളെ പറ്റിയാണ്. 9B-ൽ പ്രതിപാദിക്കുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റിയാണ്. ഭാഗം 9-ല് പഞ്ചായത്ത്, 9A-ല് മുനിസിപ്പാലിറ്റി, 9B-ല് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ 9-ല് പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയാണ്. 243 മുതൽ 243O വരെയാണ് ഭാഗം 9-ല് പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. 9A-ല് മുനിസിപ്പാലിറ്റികളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അത് 243P മുതൽ 243 വരെ. 9B-ലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 243ZH മുതൽ 243ZT വരെയാണ് പ്രതിപാദിക്കുന്നത്. ഇനി ഭാഗം 10
ഭാഗം 10 പട്ടിക വർഗം, പട്ടികജാതി പ്രദേശങ്ങൾ, അതായത് പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റിയാണ് ഭാഗം 10 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 204 മുതൽ 244 മുതൽ 244A വരെയാണ്. ഇനി ഭാഗം 11 യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ. പിന്നെ ഭാഗം 11 യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ. 12 ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളെയും പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. പിന്നെ 13 ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനകത്തെ വ്യാപാരവും വാണിജ്യവും പരസ്പര സമ്പർക്കവും, അത് 13. 14 യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 14 യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ പറ്റി. അതിന്റെ ആർട്ടിക്കിളോ 308 മുതൽ 323 വരെ. 308 മുതൽ 323 വരെ. ഇനി ഭാഗം 14A ട്രൈബ്യൂണലുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. 14 യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ പറ്റി. 14A ട്രൈബ്യൂണലുകളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇനി 15 തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 15 തെരഞ്ഞെടുപ്പ്. 16 SC, ST, OBC, ആംഗ്ലോ ഇന്ത്യക്കാർ എന്നിവരെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകളാണ് 16 പ്രതിപാദിക്കുന്നത്. 17 ഔദ്യോഗിക ഭാഷയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 17 ഔദ്യോഗിക ഭാഷ. 18 അടിയന്തരാവസ്ഥ. ഇമ്പോർട്ടന്റ് ആണ്. 18 അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസോ 352 മുതൽ 360 വരെയാണ്. പിന്നെ ഭാഗം 19 മിസ്ലീനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പല വക കാര്യങ്ങളാണ്, പല വക. ഇനി ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെ പറ്റി 20. 21 താൽക്കാലികവും പരിവർത്തനവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ. 22 ചുരുക്കപ്പേരും പ്രാരംഭവും ഹിന്ദിയിലുള്ള ആധികാരിക പാഠവും റദ്ദാക്കലുമാണ് 22 പ്രതിപാദിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നോക്കുമ്പം 22 ഉള്ളൂ എങ്കിലും ഇവിടെ എയും ബിയും അങ്ങനെയൊക്കെ വന്നിട്ടില്ലേ. അങ്ങനെയാണ് ടോട്ടൽ എന്ന് വന്നിരിക്കുന്നത് 25 ഭാഗങ്ങൾ ഉള്ളത്. അപ്പൊ ഈ മൗലിക അവകാശങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടിയിട്ടാണ് ഈ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതോ സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാ? അത് 1928 നെഹ്റു റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് 1928 നെഹ്റു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ? മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു ചെയർമാനായ കമ്മിറ്റിയാണ് ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇനി ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത്? യുഎസ്എയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. പിന്നെ മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റുമോ? സമീപിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റും. അതായത് ജസ്റ്റീഷ്യബിൾ ആണ് മൗലികാവകാശങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഈ ചോദ്യം ചോദിച്ചത് VO തിരുവനന്തപുരം കാസർഗോഡ് 2019 ചോദിച്ച ചോദ്യമാണ്. ആമുഖം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എഴുതിക്കൊള്ളൂ. ഉത്തരം മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, കൂടാതെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഇനി ഈ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്?
1931 കറാച്ചി സമ്മേളനം, റിപ്പീറ്റിംഗ് ചോദ്യമാണ്. 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയത്. ഈ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. 1927 മദ്രാസ് സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. ഈ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? എം.എ. അൻസാരി. ഇനി മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കി കോൺഗ്രസ് സമ്മേളനം, കറാച്ചി സമ്മേളനം 1931. അതിന്റെ അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നെ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഈ ചോദ്യം ചോദിച്ചത് വിമൻ പോലീസ് കോൺസ്റ്റബിൾ 2018. എഴുതിക്കോളൂ. ഉത്തരം സ്വത്തിനുള്ള അവകാശമാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. ഭരണഘടന നിലവിൽ വന്നപ്പോഴേ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ സ്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ 6 മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. മൗലികാവകാശമായിരുന്ന സ്വത്തിനുള്ള അവകാശത്തെ എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ അതൊരു നിയമ അവകാശം, ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ അവകാശം മാത്രമാക്കി മാറ്റി. അപ്പൊ ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതി 1978. 1978 ആണോ 6 ആണോ എന്ന് കൺഫ്യൂഷൻ വരരുത്. ഈ 4 കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടുന്നത്, അതൊന്ന് ഓർത്താൽ മതി. 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഈ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? 300A സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. 300A. മുൻപോ 31 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയിലെ മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്, അതിൽ 31 ഏതാണ് സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിച്ചിരുന്നത്. അപ്പൊ അതെടുത്ത് മാറ്റിയിട്ട് 300A ആക്കിയിരിക്കുന്നത്. അപ്പൊ 300A നിലവിൽ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? 12-ാം ഭാഗത്താണ് നിലവിൽ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. മുൻപ് അത് 3-ാം ഭാഗത്തായിരുന്നു, അതായത് മൗലികാവകാശങ്ങളുടെ കൂടെയായിരുന്നു. ഇനി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. 1978 ഗവൺമെന്റ് ജനതാ ഗവൺമെന്റ്. ഇനി സ്വത്തവകാശം മൗലികാവകാശമാക്കുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു പ്രസിഡന്റ്. 6 തരത്തിലുള്ള മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വം, സ്വാതന്ത്ര്യം. പിന്നെ മൂന്നാമത്തത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്, ആർട്ടിക്കിൾ 23-24. നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, ആർട്ടിക്കിൾ 25 മുതൽ 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്, ആർട്ടിക്കിൾ 29-30. പിന്നെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32. ഇങ്ങനെ 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഇന്ന് നിലവിൽ ഭരണഘടനയിൽ ഉള്ളത്. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരായിട്ടുള്ളത്, മതസ്വാതന്ത്ര്യത്തിനുള്ളത്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അടുത്ത ചോദ്യം KS പേപ്പർ 1 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് കറക്റ്റ് ടുഡേ? ഓപ്ഷൻ നോക്കുക. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. It protects private property against executive action but not against legislative action. In case of violation, the aggrieved person cannot move the High Court under Article 226.
ഓപ്ഷൻ നോക്കാം. ഇതിൽ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണ്. only 4 ആണ്. In case of violation, the aggrieved person can move the High Court under Article 226. ഹൈക്കോടതിനെ സമീപിക്കാം അണ്ടർ ആർട്ടിക്കിൾ 226 അനുസരിച്ച്. ക്യാൻ ആണ് ഇവിടെ, കെനോട്ട് എന്ന തന്നേക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 14, 16. WPC 2016 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14. അപ്പൊ നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമവാഴ്ച അതായത് റൂൾ ഓഫ് ലോ. ഈ റൂൾ ഓഫ് ലോ എന്ന ആശയം ജനകീയമാക്കിയതാരാണ്? AV ഡൈസി ആണ്. AV ഡൈസി ആണ് നിയമവാഴ്ച എന്ന റൂൾ ഓഫ് ലോ എന്ന ആശയം ജനകീയമാക്കിയത്. ഇനി നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാ? ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നാണ്. റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്. റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ചതാരാ? ശങ്കർ ദയാൽ ശർമ്മയാണ് റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി. ഇത് 2021 10th പ്രിലിംസിന് ചോദിച്ചതാണേ. ഉത്തരം രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതി. അനുച്ഛേദം 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അനുച്ഛേദം 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അടുത്ത ചോദ്യം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2018 ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് കംപ്ലീറ്റ് ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വിമൻ? ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 15. ഉത്തരം ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് കംപ്ലീറ്റ് ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വിമൻ. അപ്പം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. പക്ഷേ എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ് എന്നും ഈ ആർട്ടിക്കിൾ പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, കൂടെ കണക്റ്റഡ് ഫാക്ട്സും കൂടി പഠിച്ച് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പറും കൂടെ അയക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യണേ. വീണ്ടും കാണാം. താങ്ക് യു.